അപ്പോൾ അടി പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. ഞാൻ അതേ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അതേ ബസ്സിനാണ് കേട്ടോ പോണത്. നേരെ ബസ്സിനാണ് പോണത്. നല്ല മഴയായതുകൊണ്ട് ഞാൻ ബസ്സിനാണ് ഗൈസ് പോകുന്നത്. ഞാൻ നേരെ നിജീഷിൻ്റെ വീട്ടിലായിട്ടാണ് കേട്ടോ ഇപ്പം പോണം. നേരെ നിജീഷിൻ്റെ വീട്ടിലെത്തിയിട്ട് വരാം ഗൈസ്. ഓക്കെ. അതേ നിജീഷിനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. നിജീഷിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നേരെ ഇനി ഹോട്ടലിൽ. അപ്പോൾ നേരെ ഹോട്ടലിൽ പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. നേരെ അവിടെയാണ് ഇപ്പോൾ ബസ്സിൽ കയറാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. ബസ്സിലെ യാത്ര വളരെ മനോഹരം. ഞാനുണ്ട് ഗൈസ് ഇവിടെ. ഓക്കെ ഗൈസ് ഞങ്ങൾക്ക് ബസ്സിൽ സീറ്റ് കിട്ടി ഗൈസ്. വൈബാണ് ചിൽ വൈബ് അടിച്ച വേഗം പോണത് ബസ്സിൽ. ഇതിലെ മൂട് ബസ്സിലൊക്കെ കുറേ നാൾക്ക് ശേഷമുള്ള യാത്രയാണ് ഗൈസ്. ഞാൻ യാത്ര ചെയ്തിട്ടില്ല, യാത്ര ചെയ്തിട്ടുണ്ട്, എപ്പോഴും ചെയ്യാറുണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ബസ് നേരെ ഹോട്ടലിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. നേരെ മെട്രോയിൽ കയറുക. മെട്രോയിൽ നിന്നാണ് പോണത് ടാലുവക്ക്. അവിടെ നിന്നാണ്. അപ്പോൾ ഓക്കെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വരാം ഗൈസ്. ഗൈസ് മഴ കിട്ടി ഗൈസ്. കൊട ഉണ്ടായിരുന്നാണ്. കൊട എടുക്കാൻ മറന്നുപോയി. വേറെ അവൻ്റെ കസ്മെന്റ് വീട്ടിൽ കൊണ്ട് വെച്ച് മറന്നുപോയി ഗൈസ്. അവിടെ കൊണ്ട് വെച്ച് മറന്നുപോയി. മഴയത്ത് കയറി നിൽക്കുന്നുണ്ടാവും. കണ്ടോ ഒപ്പാട് പെട്ട് നാശമാണ് ഗൈസ്. അത് നിജീഷോടെ നിൽപ്പുണ്ട്. ഞാനും ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും മുമ്പിലായിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. നേരെ പഴയൊക്കൊന്ന് മാറിയിട്ട് മെട്രോയിൽ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ മെട്രോ എത്തിയിട്ട് വരാം ഗൈസ്. ഞങ്ങൾ മെട്രോയിൽ എത്തി ഗൈസ്. അയ്യോ മെട്രോയിൽ വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. എസ്കലേറ്റർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരെ ആലുവക്ക് പോവുകയാണ് ഗൈസ്. നേരെ ആലുവക്ക് എത്തിയിട്ട് വരാട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്കുള്ള വഴി ഇറങ്ങി. നേരെ മെട്രോ ഇറങ്ങി നേരെ ഇനിയും ബസ് കയറണമെന്ന് തോന്നുന്നു. അത്യാവശ്യം ഭാഗ്യം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എവിടത്തിൽ ഫുഡ് കിട്ടുക അറിയാമല്ല നമുക്ക്. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ മാരറ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണ കേട്ടോ. എൻട്രൻസ് എത്തിയിരിക്കണാണ്. നേരെ അകത്തായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറാൻ വേണ്ടി പോകണാണ് ഗൈസ്. അപ്പോൾ നേരെ റെസ്റ്റോറൻറ്റിലായിട്ട് അകത്തായിട്ട് കയറട്ടെ. അങ്ങനെ പൈസ വാഷ്റൂമിൽ കയറിയിരിക്കണാണ് ഗൈസ്. വാഷ്റൂം എത്തി. നേരെ വാഷ്റൂം എന്നിട്ട് കിടിലൻ കണ്ണാടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഗൈസ്. നേരെ ഫുഡിങ്ങിൻ്റെ നേരെ ഫുഡ് എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ. അപ്പോൾ നേരെ ഫുഡിൻ്റെ അടുത്തായിട്ട് കാണാം ഗൈസ്. ഓക്കെ. അവിടുത്തെ ഫുഡൊക്കെയാണ് കേട്ടോ. ഇവിടെ വന്നു ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. ഇത് നിൻ്റെ ഐറ്റം ഏതാ? ഞാനിവിടുത്തെ ഷെഫാണ് കേട്ടോ. ഇവരാണ് ഇവിടുത്തെ ഷെഫ്. ഇന്നത്തെ ഫുഡ് ഇവിടെ സൂപ്പാണ് ഗൈസ്. ഞങ്ങൾ ആദ്യം എന്തിനാ തുടങ്ങണമെന്ന് അറിയാൻ പോലാണ് നിൽക്കണേണ്. കട്ട്ലേറ്റ് ഉണ്ട് കേട്ടോ. നേരെ കുറേ ഐറ്റം ഉണ്ട്. മീൻ വറുത്തത്, ഇതൊന്നും മീൻ വറുത്തത്. ഇത് ചട്നി ഉണ്ട്. ഏതായാലും ഒരെണ്ണം എടുക്കണമല്ലോ. തായ് ഗ്രീൻസ് കറി. ഇതെന്തുകൊണ്ടാണ് കുറേ സാധനം ഉണ്ടല്ലോ. കുറേ ഐറ്റംസ് ഉണ്ട് ഗൈസ്. ഇവിടെ നല്ലൊരു മൂടാണ് കേട്ടോ. ഇവിടെ റൈസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. റൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിരിയാണി റൈസ് എല്ലാം ഉണ്ട് ഗൈസ്. എന്തായാലും ഞങ്ങളൊന്ന് കഴിക്കാൻ തുടങ്ങട്ടെ. ഞാനൊന്ന് കഴിക്കാൻ തുടങ്ങി. ഏതിൽ തുടങ്ങണമെന്ന് അറിയാമല്ലോ. ഏതിൽ തുടങ്ങാൻ വേണ്ടി പോകുന്ന കേട്ടോ. അടിച്ച് കയറിയാലേ വെള്ള കപ്പ എല്ലാം ഉണ്ട് ഗൈസ്. അടിച്ച് കയറട്ടേക്കെ. ഓക്കെ. ഞാൻ സൂപ്പ് കോരിക്കൊണ്ടിരിക്കണം കേട്ടോ. ആള് സൂപ്പൊക്കെ എടുത്ത് സെറ്റാക്കണം. അതെ നല്ല സൂപ്പാണെന്ന് തോന്നുന്നു. ഇതെന്ത് സൂപ്പാണോ? പേര് പറയടാ. അതിൻ്റെ പേര് ഇടുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് പേരാന്ന് അറിയാൻ പറ്റില്ല. കഴിക്കാനൊന്നും കഴിയില്ല. ഞങ്ങൾ നേരെ ഫുഡ് എടുക്കാൻ പോലെയാണ്. കട്ട്ലേറ്റ് എല്ലാം പറയുന്നത് എനിക്കും തുടങ്ങിക്കോ. പിന്നെ വേണ്ടേ. അപ്പം അങ്ങനെ ആദ്യം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് നിജീഷോടെ കഴിക്കാനിരിക്കണം ഗൈസ്. ഞാനും ആദ്യമായിട്ടാണ് ഫൈവ് റൂട്ടിലൊരു ഫുഡ്. എന്തൊക്കെയാണെന്ന് അറിയാം. മീൻ വറുത്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്ത് കാര്യത്തിലാണെന്ന് അറിയാമല്ല. മീൻ വറുത്തത്, സലാഡ്. അപ്പം ഞാൻ ആരെയും ഫുഡ് കഴിച്ച് കൊതിപ്പിക്കണം ചേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എന്തായാലും അത് കാണിച്ച് കൊതിപ്പിക്കണില്ല. എല്ലാവരും വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ നേരെ കഴിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ. നല്ല മൂടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കഴിക്കാനൊക്കെ. അവിടെ എന്തായാലും ഞങ്ങൾ ഇനി പാസ്റ്റ് അടിക്കണമുണ്ട് ഗൈസ്. ചെറിയ ലൈറ്റായിട്ട് എല്ലാ ഫുഡിൻ്റെ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ നിജീഷിനെ എല്ലാവരും അറിയുന്നതുകൊണ്ട് ഞങ്ങൾ നിജീഷിനെ വിളിക്കാരൊക്കെ ആയിട്ട് ഇരിക്കണേന്. ഫാസ്റ്റ് അടിയും പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഫാസ്റ്റ് ടൈം പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ എന്തായാലും ഫാസ്റ്റ് അടിക്കണമെന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു മൂഡ്. ആദ്യമായിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ എൻ്റെ ഒരു മൂടുണ്ട് കേട്ടോ.
എന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് കഴിക്കാൻ തുടങ്ങുന്നുണ്ട് രംഗ. അടുത്ത എന്തെങ്കിലും ഐറ്റം ജിഷിൻ്റെ പോയി ചില വേറെ അടുത്ത നിൻ്റെ ഐറ്റം ഐറ്റം ഒന്നും അടുത്ത പാസ്ത കഴിക്കാമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പാസ്ത കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. വേറെ എന്തെങ്കിലും നല്ലത് നല്ല കഴിക്കാൻ പറ്റിയ നല്ല ഐറ്റം പറ. കേക്കൊക്കെ ഉണ്ട്. കേക്കൊക്കെ കാണിച്ചു തരാം. ചെറിയ ഫുഡിൽ തുടങ്ങട്ടെ ഗൈസ്. വന്ന് കയറിയല്ലോട്ടാ. ഓ നല്ല നൂഡിൽസ് ഉണ്ട്. ചൈനീസ് നൂഡിൽസ്, ചൈനീസ് ഐറ്റംസ് ആണെന്ന് പറയണത്. ഇതൊക്കെ എന്ത് സാധനം ഒന്നും അറിയാൻ പോലെ. നമുക്കിത് എന്ത് സാധനമാണെന്നൊന്നും അറിയാൻ പോലെ. ഇതൊക്കെ എന്ത് സാധനമെന്ന് അറിയാൻ പോലെ. എല്ലാത്തിനും പേരോട് എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ കഴിയാഞ്ഞിട്ടാണ് കേട്ടാ. വായിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഗൈസ് നോക്കിയാരാ. മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് ഔട്ട്ഡോർ ഇരിക്കാൻ പറ്റില്ല. ഔട്ട്ഡോർ നൈസ് വൈബാണ് കേട്ടാ. ഔട്ട്ഡോർ മൂടാണ് കണ്ട. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കണ്. മഴയായതുകൊണ്ട് ഒരു ടാസ്ക്. നല്ല അന്തരീക്ഷം ഗൈസ്. നല്ല അതേ പൂളിലാട്ട് നടന്നിട്ടിരിക്കുന്നത്. നടന്നെങ്ങാനും പൂളിലാട്ട് വീണ തീരുമാനം നല്ല ചൂടായിരിക്കും ഗൈസ്. പൂളും ജിമ്മാട്ടത്. അങ്ങനെ നടന്ന് പൂളിലെത്തി. മഴയില്ലാന്നെങ്കിൽ ഇവിടേക്ക് ഒന്ന് കിടന്ന് റെസ്റ്റ് ചെയ്യായിരുന്നു. മഴ കാരണം ഒന്നും ഒരിക്കലില്ല. അപ്പുറത്ത് ജിമ്മുണ്ട്. അവിടെ മേളിൽ ഹോട്ടലാണ്. മേളിലൊക്കെ റൂംസാണ് ഗൈസ്. അങ്ങനെ നല്ല മൂഡ്. ഫസ്റ്റ് ഒന്നൊരു ആഗ്രഹം തോന്നി. ഇവന്റെ ചിലവായിരുന്നില്ല. ഇവൻ ചെയ്ത ചിലവാണ് കേട്ടാ. ഇവന്റെ ചിലവായിരുന്നു ഗൈസ്. അപ്പൊ ഇവന്റെ എനിക്ക് ട്രീറ്റ് കിട്ടിയതാണ്. ഞങ്ങൾ ഫുഡൊക്കെ ഇനിയും കഴിച്ചിട്ടിരിക്കണ കേട്ടാ. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാനൊക്കെ. എന്തായാലും ഫാസ്റ്റ് ലൈവ് അടിക്കണ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞാൻ ഒന്നും കൂടി അവനെ വെയിറ്റ് ചെയ്യിപ്പിക്കട്ടെ. ഐറ്റം വെച്ചാണ് ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യിക്കാൻ പോകണേട്ടാ. ലൈവ് അടിച്ചിട്ടിരിക്കണേട്ടാ. ഇവൻ കാരണമാണ് ഇന്ന് മൊത്തം പോസ്റ്റ് ഉണ്ടായത്. ഇവരാണ് ഈ പോസ്റ്റ് മൊത്തം ഉണ്ടായിരുന്നത്. നല്ല ലൈവ് ഈശ അടുത്ത ഫുഡായിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെ ഐറ്റം എന്തൊക്കെയാ? നൂഡിൽസ്, ചൈനീസ് നൂഡിൽസും വെജ് നൂഡിലുണ്ട്. പിന്നെ ബീഫ്, ഒരു ബീഫാണ്. ഒരു ബന്ധമില്ലാത്ത കുറെ സാധനമൊക്കെ ആയിട്ട് പാസ്ത സെറ്റാക്കി. അപ്പോൾ ഗായ്സ് ഞങ്ങൾ കുറച്ച് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഇന്നൊരു ചിക്കൻ, ഒരു ജിലേബി. ഇതിൻ്റെ പേരെന്താ? ഒരു ബട്ടർ നാൻ എടുത്തിട്ടുണ്ട്. ബട്ടർ നാൻ. പിന്നെ അത് കലാക്കട്ട് അല്ലേ? കലാക്കട്ടല്ലേ? കലാക്കട്ട് സ്പെഷ്യൽ ഞങ്ങൾക്ക് തന്നാണ്. നിജീഷ് ടേസ്റ്റ് ചെയ്യാൻ പോനാട്ടാ ഫുഡ്. എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ പോലെ. എങ്ങനെയുണ്ട്? അതിന് പിന്നെ കഴിക്കേണ്ട രീതിയൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് കഴിച്ച് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഴിക്കണം പറയണത്. അറിയാൻ പോലട്ടാ. എന്തായാലും അത് കഴിച്ചിട്ട് വരാം. ഓക്കെ. അതിനൊരു പാസ്ത വന്നിട്ടാ. പാസ്ത ടേസ്റ്റ് ചെയ്യണം. നോക്കട്ടെ ഗൈസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ചില്ലി വിസിൽ ഈ സാധനം ഉണ്ടാക്കി തന്നത് ഈ പുള്ളിക്കാരനാണ് കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. What chili? Then with basil. Fried basil with raw basil mixed. This is filling with same chili because Thai. Filling with different Thai. ഗൈസ് അതിനെ കുറിച്ചാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത്. ഈ സാധനത്തിൻ്റെ നടക്കം പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്താണേലും ഗുഡ് ഐറ്റം. ഐ ലൈക്ക് ദിസ്. പാസ്ത ടേസ്റ്റ് ചെയ്യാൻ ഗൈസ്. ക്രീമി ഭയങ്കര ക്രീമിയുള്ള സാധനം കഴിച്ചു. ഒന്നും കൊള്ളാം. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റിയല്ല ടേസ്റ്റ്. കുറേ സാധനമുണ്ട്. കുറേ സാധനം തിന്ന് ആവശ്യത്തിനേറെ പിടിപ്പിക്കുന്നുണ്ട്. നല്ല സാധനമൊക്കെ നമുക്കൊരു ഷെഫ് കൊണ്ടൊന്ന് അടിച്ചു തന്നു. അങ്ങനെയല്ല, സാധനം ഷെഫ് കൊണ്ടൊന്ന് അടിച്ചു തന്നാലും ഗൈസ്. ഞാൻ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട്. നാട്ടിൽ എന്തെങ്കിലും കഴിക്കാതെ അത്രയും കഴിക്കും. ഇനി അടുത്ത് എന്ത് സാധനം ട്രൈ ചെയ്തു എല്ലാം കൂടി തിന്നിട്ടൊക്കെ അടുത്ത് എന്തെങ്കിലും കാണിക്കണേ വരാൻ ഗൈസ്. അപ്പോൾ തിന്നിട്ട് വരാം. അടുത്ത ഐറ്റമൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടാ. ഏകദേശം ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് എല്ലാ സാധനം. അടുത്ത സലാഡ് കേട്ടാ. കുറേ ഐറ്റം സലാഡുകളൊക്കെ ഉണ്ട് ഗൈസ്. ഇതെന്ത് സലാഡാണ്?
എഗ് പെപ്പറോണി എന്നാണ് ഗൈസ് ഈ സലാഡിൻ്റെ പേര്. ഇച്ചിരി എടുത്തിട്ടുണ്ട്. എന്തോ ഫിഷിൻ്റെ ആണ് കേട്ടോ, ഫിഷ് സലാഡാണ് കേട്ടോ. അത് ഞങ്ങൾ ഇച്ചിരി എടുത്തിട്ടുണ്ട്. പിന്നെന്താണ് സോസും കാര്യങ്ങളൊക്കെയാണ്, സോസ് ഐറ്റംസ് ഒക്കെ കേട്ടോ. ഇവിടെ കുറച്ച് സലാഡ് ഇരിപ്പുണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുക്കണ. ഇതൊക്കെയാണ് ഇവൻ്റെ ഐറ്റം ഗൈസ്. ഇത് ഇവൻ ഉണ്ടാക്കുന്ന ഐറ്റമാണ്. ഇന്ന് ഇത് നീ ഉണ്ടാക്കിയല്ലോ, ഇന്ന് ഇവൻ ലീവായിരുന്നു കേട്ടാ അല്ലേ. ബേക്കറി ഐറ്റംസ് ഒക്കെ ഇവൻ്റെ കയ്യിലാട്ടാ. ഗൈസ് ഇത് എന്താണ് മട്ട് കേക്ക്, കുറെ ഐറ്റം കേക്ക്സ് ഒക്കെ ഇവൻ പറയുന്നുണ്ട്. ആര് തിന്നാനാണ് ഇത്രയൊക്കെ ആര് തിന്നാൻ കുറേ ഉണ്ട് ഗൈസ്. ഇപ്പൊ തന്നെ അത് വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗൈസ്. എങ്ങനെയുണ്ട്? നീ ഉണ്ടാക്കിയ സാധനം ഞാൻ ഉണ്ടാക്കിയതല്ല, പക്ഷേ ഉണ്ടാക്കിയല്ലെന്നാ പറഞ്ഞ അടുത്തത് മട്ട് കേക്ക്. അത് മട്ട് കേക്ക് ഇത് ബ്ലാക്ക്. അതെ ഇത് ഡ്രൈ ആണ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് ആണ് ഗൈസ്. ഡ്രൈ കേക്ക് ആണെന്നാ പറയണത്. മട്ട് കേക്ക് ഡ്രൈ ആണെന്നല്ലേ ഉദ്ദേശിച്ചത്. ഡ്രൈ ആണ് ഗൈസ് ഇത്. പിന്നെ പറഞ്ഞ മൂസ് തന്നെ ഉണ്ട് ഇതിന്റെ ഗ്ലാസ്സിൽ. ഭയങ്കര ചോക്ലേറ്റിന്റെ കൊക്കോ ആണ് മൊത്തം ചോക്ലേറ്റ് ആയിരുന്നു. മൂസ് ഡബിൾ ചോക്ലേറ്റ് മൂസ് 2 ലെയർ ഉണ്ടോ? രണ്ട് ചോക്ലേറ്റ് ഉണ്ട്. അടിച്ചു പോയിട്ടതാണ് നമുക്ക്. ഇതിന്റെ അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോലെയാണ്. എങ്ങനെയുണ്ട്? ഇതിലും ഇഷ്ടം നല്ല ഫുള്ളായിട്ട് വരണ്ടല്ലോ. ഫുള്ളായിട്ട് ഉണ്ടാവും ഡേറ്റ്സ്. വലിയ സുഖം ഉണ്ടാവില്ല. അത് സുഖമില്ല. ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ. സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ഐറ്റമാണ് ബ്ലൂബെറി ചീസ് കേക്ക്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മൾ കുറച്ച് നാടൻ ഭക്ഷണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ചോറുണ്ട്. ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോറെടുത്ത് ഗൈസ്. നമ്മുടെ നാടൻ ഭക്ഷണമായ ചോറ്, അതും കുത്തരി ചോറ്. പിന്നെ അതേ മീൻ വറുത്ത്, അയില വറുത്തത്, പിന്നെന്തോ കേരക്കറി, കപ്പ, പിന്നെ തായ് ചിക്കൻ, സാധാ പപ്പടം, ചുട്ട പപ്പടം, പിന്നെ നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് ഡെസേർട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ എടുക്കുക, ഇവിടെ വെച്ച് എടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടോ? ചീസ് കേക്കാണ്. ചീസും ബ്ലൂബെറിയാണ്. ഫ്രിഡ്ജിലെ സാധനം കഴിച്ചു. നീയൊക്കെ ഉണ്ടാക്കുന്ന ഇതാണ്. ഇന്ന് പിന്നെ ഉണ്ടാക്കുന്ന ആണെന്നാ പറഞ്ഞ കഴിച്ചു. അടിപ്പുള്ള സാധനം ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ കഴിച്ചിട്ട് വരാം കഴിച്ചു. ഓക്കെ ഗൈസ്, അതിൻ്റെ ഐസ്ക്രീം വന്നിട്ടുണ്ട് ഗൈസ്. അയ്യോ അവസ്ഥ ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് ഏകദേശം വയറ് നിറഞ്ഞ് പൊങ്ങാൻ പറ്റടിച്ചത്. വയറ് നിറഞ്ഞ് ട്രിപ്പായിട്ടിരിക്കുകയാണ് ഞാൻ. എന്തായാലും ഞങ്ങളൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കഴിച്ചായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഗൈസ്. നേരെ ഞാൻ എൻ്റെ റൂമിൽ പോകണമെന്ന്. അവിടെ പോയിട്ട് ചിലപ്പോൾ വീട്ടിൽ പോകും, ചിലപ്പോൾ വീട്ടിൽ പോയാൽ എന്താണേലും ഇന്നത്തെ പുറത്താട്ടിറങ്ങട്ടെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പുറത്തെത്തിയിട്ട് വരാം ഗൈസ്. ഓക്കെ. വത്താനം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യണം ഗൈസ്. ചായയും കുടിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഗൈസ്. ഓക്കെ. ഇന്നലത്തെ ഫുഡ് കഴിക്കൽ പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അമിതമായിട്ട് ഫുഡ് കഴിച്ച് വയറ് നിറച്ച് വാളും വെച്ച് ട്രിപ്പായിട്ടാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാനാണ്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണ്ട, ഷെയർ ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്യണ്ട, പറഞ്ഞാലും ചെയ്യില്ല. ഓക്കെ ഗൈസ്.